ഹലോ എവരി വൺ, മഹി ഉണ്ണി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വഴുതന കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ടു, ജീരകം ഇട്ടു, തക്കാളിയും അരിഞ്ഞിട്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു പകുതി സവാള എടുത്തിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ചെറിയ ജീരകം കൂടെ ചതച്ചിട്ട് അതും കൂടെ ചേർക്കണം കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം പോകുമ്പോഴാണ് നമ്മളതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. അത് മൂത്തൊരു മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. എരിവിന് പാകത്തിനനുസരിച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എരിവ് പാകത്തിനെടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ കൂടെ ചേർത്ത് അത് വഴറ്റി അതിൻ്റെ പച്ചമണം കൂടെ പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. എന്നിട്ട് അത് തിളയ്ക്കാൻ അടച്ച് വെക്കണം. അപ്പോൾ അത് ചെറിയൊരു ഗ്രേവി ആയിട്ട് വരണം, കുറുകിയൊരു ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. നമുക്ക് അപ്പോഴേക്കും വഴുതന കഷ്ണം നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വഴുതന, നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്നെടുത്ത് നമ്മുടെ വഴുതന ചെറിയൊരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു വഴുതന കേട്ടോ ഉണ്ടായി വരുമ്പോൾ അതൊരു വയലറ്റ് കളർ തന്നെയാണ്. പിന്നീട് അത് പച്ച ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു നമ്മുടെ പാകത്തിനുള്ള വലിപ്പത്തിൽ പീസാക്കിയിട്ട് എല്ലാം ഇതുപോലെ നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചട്ടി തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാ മസാലകളും, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതൊക്കെ അങ്ങോട്ട് ആ ഗ്രേവിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള വഴുതനയും കൂടെ ഇതുപോലെ അങ്ങോട്ട് ചേർത്തോളൂ കേട്ടോ. ചേർത്തിട്ട് നമുക്കിതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് എരിവൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും കുറച്ച് വെള്ളം വേണം തോന്നി, എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ വേവിട്ട് അതിൽ മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ വഴുതന കിട്ടിയാൽ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.